വെൽക്കം ടു Neoflair. ഞാൻ നാദിർ ഷാ. Adobe After Effects ഉപയോഗിച്ച് മോഷൻ ഗ്രാഫിക്സ് അല്ലെങ്കിൽ അനിമേഷൻ പ്രൊഫഷണലായി പഠിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കണ്ടന്റ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്കുള്ളതാണ് ഈ വീഡിയോ. ഏതെങ്കിലും ഒരു പ്രത്യേക ഫീച്ചർ അല്ലെങ്കിൽ എഫക്റ്റ് വിശദീകരിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ എന്നതിനു പകരം ഇന്ററാക്റ്റീവ് ലൈവ് വർക്ക്ഷോപ്പുകളുടെയോ ക്ലാസ്സുകളുടെയോ മുമ്പ് സ്വയം പ്രിപ്പയർഡ് ആവാൻ ഉപകരിക്കുന്ന ഒരു റെഫറൻസ് വീഡിയോ കണ്ടന്റായി ഇതിനെ കാണാവുന്നതാണ്. ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ മൊത്തത്തിൽ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. ഈ വീഡിയോയിൽ കുറച്ച് തിയറി ഭാഗങ്ങളുണ്ട്. ഇത് കുറേയധികം ക്രിയേറ്റീവ് ഐഡിയകളിലേക്കുള്ള ഇൻഡിക്കേഷൻസ് ആണ്. കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ക്രിയേറ്റീവ് ടെക്നിക്സ് നമ്മൾ പരിചിതമാവും. ആഫ്റ്റർ എഫക്ട്സ് കംപ്ലീറ്റ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 160-ൽ കൂടുതൽ പേജുകളുള്ള AE വർക്ക്ഫ്ലോ ഗൈഡും ഇതിൻ്റെ സിലബസും ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിൽ പ്രൊഫഷണൽ വർക്ക്ഷോപ്പുകളും Neoflair കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റീജിയണിൽ വർക്ക്ഷോപ്പുകൾ ലഭ്യമാവാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്ന ഷേപ്പ് ലെയറുകൾ ഉപയോഗിച്ച് ഒരു സേവ് ദ ഡേറ്റ് അനിമേഷൻ കീ ഫ്രെയിം ചെയ്യുന്നതും ഒരു റിഫ്ലക്ഷൻ മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ആദ്യം കീ ഫ്രെയിം ചെയ്ത അനിമേഷനിൽ റിഫ്ലക്ഷൻ മാപ്പ് അപ്ലൈ ചെയ്യുന്നതും മുതലായവയാണ്. കൂടാതെ തിയറി പാർട്ടിൽ വ്യത്യസ്ത ടെക്സ്ചർ മാപ്പിംഗ് ടെക്നിക്സും ഷെയ്ഡിംഗ് ഫണ്ടമെൻ്റൽസും നമ്മൾ വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ പ്രിവ്യൂ നോക്കാം. സോ നമുക്ക് തുടങ്ങാം. ഒരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ 1920x823 പിക്സൽസ് ഉള്ള കോമ്പോസിഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ അൾട്രാ വൈഡ് സിനിമാസ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ 21:9 ആസ്പെക്ട് റേഷ്യോ എന്നും പറയും. ഫ്രെയിം റേറ്റ് 30 FPS കൊടുക്കാം. ഡ്യൂറേഷൻ ഒരു 40 സെക്കൻഡ് കൊടുക്കാം. ഈ കോമ്പിൻ്റെ പേര് സീൻ 1 എന്ന് കൊടുക്കാം. ഇനി ഈ കോമ്പോസിഷനിൽ നമുക്കൊരു സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ സോളിഡ്. ഈ സോളിഡിന് നമുക്കൊരു ഗ്രേഡിയൻ റാമ്പ് അപ്ലൈ ചെയ്യാം. ഗ്രേഡിയൻ റാമ്പ് റേഡിയൽ മോഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ട് ഓഫ് ദി റാമ്പ് നമുക്ക് കോമ്പോസിഷൻ്റെ സെൻറ്ററിൽ കൊടുക്കാം. സ്റ്റാർട്ട് കളർ വൈറ്റും എൻഡ് കളർ നമുക്കൊരു പെയിൽ ഓറഞ്ചും കൊടുക്കാം. എൻഡ് ഓഫ് ദി റാമ്പ് കോമ്പോസിഷൻ്റെ ബോർഡറിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇനി നമുക്ക് പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്ന ഇമേജസ്, വെക്ടേഴ്സ് തുടങ്ങിയ അസറ്റ്സ് പ്രൊജക്റ്റ് പാനലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ ഉപയോഗിക്കുന്ന ഫയലുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു വെക്ടേഴ്സുകളും ഇമേജസുകളും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രിവ്യൂവിൽ കാണുന്ന പോലെ ലെയറുകൾ 3D സ്പേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കോമ്പോസിഷൻ്റെ വ്യൂ മോഡിൽ പോയി 2 വ്യൂസ് സെലക്ട് ചെയ്താൽ സൈഡ് ബൈ സൈഡായി 2 വ്യൂ മോഡിൽ കോമ്പോസിഷൻ നമുക്ക് കാണാൻ പറ്റും. Z ആക്സിസിൽ ലെയറുകൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നതെന്നറിയാൻ രണ്ടാമത്തെ വ്യൂ ടോപ്പ് വ്യൂവിൽ ഇടാം. വ്യൂ മോഡിൽ ഏതു തരം വ്യൂ ആണ് വേണ്ടതെന്നനുസരിച്ച് നമുക്ക് വ്യൂ ടൈപ്പ് മാറ്റാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആദ്യം നമുക്ക് ലെയറുകൾ ടൈം ലൈനിൽ വേണം. ലെയറുകൾ 3D ലെയറുകളാക്കണം. പിന്നെ ഒരു ക്യാമറ വേണം. നമുക്കൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. കോമ്പോസിഷൻ പാനലിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്യാമറ. ഫോക്കൽ ലെങ്ത് നമുക്ക് 24mm കൊടുക്കാം. ഓക്കെ. പ്രൊജക്ട് പാനലിൽ നിന്നും ടൈം ലൈൻ പാനലിലേക്ക് ഡ്രാഗ് ചെയ്ത ലെയർ 3D ആക്കാൻ സ്വിച്ചസ് ഓപ്ഷനിൽ ലെയറുകളുടെ 3D ബട്ടൺ എനാബിൾ ചെയ്താൽ മതി. സ്വിച്ചസ് ഓപ്ഷൻ ടൈം ലൈൻ പാനലിൽ കാണുന്നില്ലെങ്കിൽ ഇവിടെ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോളംസ്, സ്വിച്ചസ്, ടിക്ക് മാർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ എക്സ്പാൻഡ് ഓർ കൊളാപ്സ് ലെയർ സ്വിച്ചസ് പെയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ലെയറുകളുടെ 3D സ്വിച്ചസ് നമുക്ക് എനാബിൾ ചെയ്യാം. ഇനി നമുക്ക് ഓരോ ലെയറും കോമ്പോസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് 3D സ്പേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. വ്യത്യസ്ത അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഉപയോഗിച്ച ഹാർട്ട് ഷേപ്പിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും ഷേപ്പ് അല്ലെങ്കിൽ ഇമേജസ് ഉപയോഗിക്കാം.
ഉദാഹരണം ക്രിസ്മസ് സ്റ്റാർ, ഡെക്കറേറ്റീവ് എലമെന്റ് മുതലായവ. ഇനി നമുക്ക് അറേഞ്ച് ചെയ്യുന്ന പരിപാടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്യാമറ അനിമേറ്റ് ചെയ്യാം. ക്യാമറ ലെയറിൻ്റെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ട്രാൻസ്ഫോം പൊസിഷൻ, ടൈം ലൈനിൽ കുറച്ച് മൂവ് ചെയ്തിട്ട് ക്യാമറ ബാക്കിലേക്ക് വലിക്കുക. പിന്നെ ടൈം ലൈനിൽ സീനിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ക്യാമറ ഒരല്പം കൂടെ വലിച്ചിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ക്യാമറയുടെ മോഷൻ നോക്കുമ്പോൾ നമുക്കൊരു അനോമലി തോന്നും, കീ ഫ്രെയിം ചെയ്ത പൊസിഷനേക്കാൾ ക്യാമറയുടെ പൊസിഷൻ മൂവ് ചെയ്യുന്നു എന്ന്. ഇതിന് കാരണം സ്പേഷ്യൽ ഇൻ്റർപോളേഷൻ ബെസിയർ മോഡൽ ആയതുകൊണ്ടാണ്. ബെസിയർ ഹാൻഡിൽസ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് മാറ്റാവുന്നതാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഈ സർക്കിൾ നമുക്കൊരു 1 സെക്കൻഡ് കഴിഞ്ഞ് കീ ഫ്രെയിം ചെയ്യാം. ഇതിന് ശേഷം വരുന്ന കീ ഫ്രെയിമിന് ആദ്യത്തെ കീ ഫ്രെയിം കൊണ്ടുണ്ടാവുന്ന ഇൻഫ്ലുവൻസ് നോക്കൂ. അവസാനത്തെ കീ ഫ്രെയിമിൻ്റെ വെലോസിറ്റി കാരണം ബെസിയർ ഹാൻഡിൽസ് അതിനുശേഷം വരുന്ന കീ ഫ്രെയിമിൻ്റെ പൊസിഷനേക്കാൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ബെസിയർ ഹാൻഡിൽസ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണ ബെസിയർ ഹാൻഡിൽസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആൾട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സ്പേഷ്യൽ ഇൻ്റർപോളേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ലീനിയർ ആക്കണമെങ്കിൽ കീ ഫ്രെയിം സെലക്ട് ചെയ്ത് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കീ ഫ്രെയിം ഇൻ്റർപോളേഷൻ ഓപ്ഷനിൽ സ്പേഷ്യൽ ഇൻ്റർപോളേഷൻ ലീനിയർ കൊടുക്കുക. ഇതേപോലെ നമ്മുടെ ക്യാമറയുടെ കീ ഫ്രെയിമുകൾ സെലക്ട് ചെയ്ത് സ്പേഷ്യൽ ഇൻ്റർപോളേഷൻ ലീനിയർ കൊടുക്കാം. ഇനി പ്രിവ്യൂ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയുള്ള ലീനിയർ മൂവ്മെൻറ്റ് കിട്ടും. ഇനി നമുക്കൊരു വെഡ്ഡിംഗ് കോട്ട് വേണം. ഗൂഗിൾ ഇമേജസിൽ നമുക്ക് മാരേജ് കോട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, ഈ കോട്ട് എടുക്കാം. എ സക്സസ്ഫുൾ മാരേജ് റിക്വേഴ്സ് ഫാളിംഗ് ഇൻ ലവ് മെനി ടൈംസ് ഓൾവേസ് വിത്ത് ദ സെയിം പേഴ്സൺ. ഫോണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടെക്സ്റ്റ് അനിമേറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് ലെയറിൻ്റെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ അനിമേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഒപ്പാസിറ്റി സെലക്ട് ചെയ്യാം. ഒപ്പാസിറ്റി വാല്യൂ 0 കൊടുക്കുക. റേഞ്ച് സെലക്ടറിൽ സ്റ്റാർട്ട് വാല്യൂ 100 കൊടുക്കുക. എൻഡ് വാല്യൂ 0 കൊടുക്കുക ഫസ്റ്റ് കീ ഫ്രെയിമിന്. അടുത്ത കീ ഫ്രെയിമിന് എൻഡ് വാല്യൂ 100 കൊടുക്കുക. ടെക്സ്റ്റ് ലെയർ 3D സ്പേസിൽ അറേഞ്ച് ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റു സീനുകളിലും നമുക്ക് ടെക്സ്റ്റ് അറേഞ്ച് ചെയ്യാം. സെക്കൻഡ് സീനിൽ ബ്രൈഡിൻ്റെ പിക്ചർ വെക്കുന്ന ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുക. തേർഡ് സീനിൽ ഗ്രൂമിൻ്റെ പിക്ചർ വെക്കുന്ന ടെക്സ്റ്റും മാറ്റുക. സീൻ 4ൽ ക്യാമറ ഹൊറിസോണ്ടലിയാണ് മൂവ് ചെയ്യുന്നത്. സീൻ 4ൽ 2 ടെക്സ്റ്റ് ലെയർ ഉപയോഗിക്കുന്നുണ്ട്. 2 ടെക്സ്റ്റ് ലെയറിന് നടുക്ക് നമുക്കൊരു വൈറ്റ് സോളിഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കാം. ഇതിലുള്ള ഹാർട്ടിൻ്റെ സ്കെയിൽ മ്യൂസിക്കിനനുസരിച്ച് കീ ഫ്രെയിം ചെയ്യാം. 5ാമത്തെ സീനിൽ ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ ടെക്സ്റ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ. 6ാമത്തെ സീനിൽ എളുപ്പത്തിൽ അനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് 3 ലെയറായി സ്പ്ലിറ്റ് ചെയ്ത് അനിമേറ്റ് ചെയ്യുന്നു. ഈ സീനിൽ മുകളിലുള്ള ലോക്കറ്റ് സ്വിങ് ചെയ്യാൻ വേണ്ടി ലോക്കറ്റിൻ്റെ റൊട്ടേഷൻ കീ ഫ്രെയിം ചെയ്യാം. ലെയർ സെലക്ട് ചെയ്തിട്ട് R പ്രസ് ചെയ്താൽ നമുക്ക് റൊട്ടേഷൻ കിട്ടും. അതല്ലെങ്കിൽ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി പോയിട്ട് റൊട്ടേഷൻ എടുക്കാം. കീ ഫ്രെയിമുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കീ ഫ്രെയിമുകളെല്ലാം സെലക്ട് ചെയ്ത് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കീ ഫ്രെയിം അസിസ്റ്റൻറ്റിൽ പോവുക. അതിൽ ഈസി ഈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കീ ഫ്രെയിമുകൾ സെലക്ട് ചെയ്തിട്ട് F9 എന്ന ഷോർട്ട് കട്ട് പ്രസ് ചെയ്താലും മതി. കീ ഫ്രെയിം ഈസിങ് ചെയ്താൽ ലീനിയർ കീ ഫ്രെയിമുകളിൽ നിന്ന് ബെസിയർ ആവും. ഗ്രാഫ് എഡിറ്റിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് കിട്ടിയത്. നമ്മൾ സീൻ 2ലും സീൻ 3ലും ഉള്ള ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പിക്ചർ ക്യാമറ അടക്കം സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പ്രീ കമ്പോസ് ചെയ്യാം. ഇതിന് നമുക്ക് ബ്രൈഡ് ഇമേജ് കോംബോ എന്നും ഗ്രൂം ഇമേജ് കോംബോ എന്നും പേര് കൊടുക്കാം. ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നാൽ, ഒന്ന്, മറ്റൊരാൾക്ക് പിക്ചർ സ്പോട്ട് ചെയ്യാനും പകരം വേറെ പിക്ചർ മാറ്റി വെക്കാനും എളുപ്പമാവും. രണ്ടാമത്തത്, കോമ്പോസിഷൻ്റെ മൊത്തം ആൽഫ യൂസ് ചെയ്യുന്ന എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പിക്ചറിനെ ബാധിക്കരുത്.
ബാക്കിയുള്ള എലമെൻസിനെ ബാധിക്കാം. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പ്രൊജക്റ്റ് പെട്ടെന്നൊന്ന് ഓർഗനൈസ് ചെയ്യാം. സീൻ കോംബ് എന്ന ഫോൾഡർ ഉണ്ടാക്കിയിട്ട് എല്ലാ സീനുകളും നമുക്ക് ആ ഫോൾഡറിൽ ഇടാം. വേർഷൻ 1 എന്നുള്ള റൂട്ട് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് പ്രൊജക്റ്റിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ നമുക്ക് അതിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. അതർ കോം എന്ന ഫോൾഡറിൽ ബ്രൈഡ് ഇമേജ് കോംബും ഗ്രൂം ഇമേജ് കോംബും ഡ്രാഗ് ചെയ്തിടാം. അസറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ എല്ലാ ഇമേജസും വെക്ടേഴ്സും ഡ്രാഗ് ചെയ്തിടാം. ബ്രൈഡ് ഇമേജ് കോംബിലും ഗ്രൂം ഇമേജ് കോംബിലും ഉള്ള ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പിക്ചേഴ്സ് നമുക്ക് പ്രീ കമ്പോസ് ചെയ്തിട്ട് ബ്രൈഡ് ഇമേജ് ഹിയർ എന്നും ഗ്രൂം ഇമേജ് ഹിയർ എന്നുള്ള കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഇമേജസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ കോമ്പോസിഷനിലേക്ക് ഡയറക്റ്റായി വന്ന് മാറ്റിയാൽ മതി. മെയിൻ കോംബോ എന്നുള്ള കോമ്പോസിഷൻ ഉണ്ടാക്കി നമുക്ക് എല്ലാ സീനുകളും അതിൽ സീക്വൻഷ്യലായി അറേഞ്ച് ചെയ്ത് വെക്കാം. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഇമേജ് പ്ലേസ് ഹോൾഡറിൽ ഇമേജ് ക്രോപ്പ് ചെയ്യാനുള്ള മെനക്കെട് ഒഴിവാക്കാൻ നമുക്ക് മാസ്ക് കൊടുക്കാം. ഇതുകൊണ്ട് വേറെ ആർക്കെങ്കിലും പ്രൊജക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇമേജ് മാറ്റാൻ എളുപ്പമാവും. കോമ്പോസിഷൻ്റെ മേലെ മാസ്ക് ചെയ്യുന്നതിനേക്കാൾ ഫ്ലെക്സിബിളാണ് ഷേപ്പ് ലെയർ ഉപയോഗിച്ച് മാസ്ക് ചെയ്യുന്നത്. കോമ്പോസിഷൻ്റെ മേലെ മാസ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ കോമ്പോസിഷൻ്റെ ഉള്ളിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. ഇതിന് പകരം ഷേപ്പ് ലെയർ ഉണ്ടാക്കി നമുക്ക് മാസ്ക് ചെയ്യാം. ഗ്രൂം ഇമേജ് കോംബിൽ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. അതേ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്ക്വയർ ഉണ്ടാക്കാം. അതിനെ റൊട്ടേറ്റ് ചെയ്യാം, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, റെക്റ്റാങ്കിൾ പാത്തിൽ പോയി റൗണ്ട്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ആഡ് ഓപ്ഷനിൽ പോയിട്ട് മെർജ് പാത്ത് ആഡ് ചെയ്യാം. മെർജ് പാത്തിൻ്റെ മോഡ് എക്സ്ക്ലൂഡ് ഇൻ്റർസെക്റ്റ് എന്നാക്കാം. ഇനി ലെയറിൻ്റെ മോഡ് സിലുവേറ്റ് ആൽഫയിലേക്ക് മാറ്റുക. ലെയർ ലോക്ക് ചെയ്യാം. ഇനി ഏത് ഇമേജ് ഇട്ടാലും ഷേപ്പ് ലെയറിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ കാണുള്ളൂ. റെക്റ്റാങ്കിൾ പാത്തിന് പകരം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാത്തോ ഷേപ്പോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഗോൾഡ് സ്റ്റൈൽ വേർഷൻ ഉണ്ടാക്കാം. ഇത് നമുക്ക് ആദ്യം വേണ്ടത് ഈ കോമ്പോസിഷനിൽ ഉപയോഗിച്ച പോലത്തെ റിഫ്ലക്ഷൻ മാപ്പ് ഇമേജ് ആണ്. റിഫ്ലക്ഷൻ മാപ്പ് ഇമേജ് മൂവ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ മേലുള്ള റിഫ്ലക്ഷൻ മൂവ് ചെയ്യുന്നത് പോലെ തോന്നും. ഇതാണ് ബേസിക് ഐഡിയ. റിഫ്ലക്ഷൻ മാപ്പ് ഇമേജ് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. JPEG, PSD, PNG തുടങ്ങിയ ആഫ്റ്റർ എഫക്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഫോർമാറ്റ് ആയാലും മതി. ഡൗൺലോഡ് ചെയ്ത 1-2 റിഫ്ലക്ഷൻ മാപ്പ് ഇമേജസ് നമുക്ക് കോമ്പോസിഷനിലേക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഏറ്റവും ബേസിക്കായി വേണ്ട റിഫ്ലക്ഷൻ മാപ്പ് ഇമേജ് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിച്ച റിഫ്ലക്ഷൻ മാപ്പിൻ്റെ കളർ കറക്ഷൻ ഒഴിവാക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കോമ്പോസിഷന് 3D അപ്പിയറൻസ് നൽകുന്നത് CC ഗ്ലാസ് എഫക്റ്റും CC ഗ്ലോബലൈസ് എഫക്റ്റും ആണ്. ഈ 2 എഫക്റ്റും ഡിസാബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിഫ്ലക്ഷൻ മാപ്പ് ഇമേജ് നമ്മുടെ കോമ്പോസിഷൻ്റെ മേലെ ഓവർലേ ആയിട്ട് വരുന്നതാണ്. ടൈം ലൈൻ പാനലിൽ ഏറ്റവും മേലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ കളർ കറക്ഷൻ കർവ് ഓഫ് ആക്കിയിട്ട് റിഫ്ലക്ഷൻ കോമ്പിൻ്റെ ട്രാക്ക് മാറ്റ് നൺ കൊടുത്താൽ നമ്മുടെ റിഫ്ലക്ഷൻ മാപ്പ് ഇമേജ് അതുപോലെ കിട്ടും. സോ ബേസിക്കലി നമ്മൾ റിഫ്ലക്ഷൻ മാപ്പ് ഇമേജ് പൊസിഷൻ മൂവ് ചെയ്തു, പ്രീ കമ്പോസ് ചെയ്തു, കളർ കറക്റ്റ് ചെയ്തു, ഷേപ്പ് ലെയർ അനിമേഷൻ്റെ ട്രാക്ക് മാറ്റ് യൂസ് ചെയ്തു, അതിനുശേഷം CC ഗ്ലോബലൈസ് എഫക്റ്റും CC ഗ്ലാസ് എഫക്റ്റും അപ്ലൈ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫോക്കസ് സ്വാഭാവികമായിട്ടും ഈ 2 എഫക്റ്റിലേക്കാണ് വരിക. മെയിനായിട്ട് ഇതിൽ 2 കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഒന്നാമത്തത് ആഫ്റ്റർ എഫക്ട്സിലെ ടെക്സ്ചർ മാപ്പിംഗ് ടെക്നിക്സ്, രണ്ടാമത്തത് ഷെയ്ഡിങ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റിഫ്ലക്ഷൻ മാപ്പിങ്ങും ഇതിൽപ്പെട്ട ഒരു മെത്തേഡാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെക്സ്ചർ മാപ്പാണ് ബമ്പ് മാപ്പ്. ബമ്പ് മാപ്പിൻ്റെ ടെക്സ്ചർ ലെയർ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതാണ് ഇവിടെ ഏറ്റവും താഴത്തെ കോമ്പോസിഷൻ കാണിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എഫക്റ്റ് ഈ ടെക്സ്ചർ ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പിയർ ചെയ്യുകയും അതുവഴി നമുക്ക് മോഡിഫൈ ചെയ്യാനും പറ്റുക. ടെക്സ്ചർ മാപ്പിങ്ങിൽ ആഫ്റ്റർ എഫക്ട്സിൽ ഉപയോഗിക്കുന്നത് ബമ്പ് മാപ്പിംഗ്, നോർമൽ മാപ്പിംഗ്, ഡെപ്ത് മാപ്പിംഗ്, ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിംഗ്, റിഫ്ലക്ഷൻ മാപ്പിംഗ്, സ്പെക്കുലാർ മാപ്പിംഗ് എന്നിവയാണ്. ടെക്സ്ചർ മാപ്പിംഗ് ആഫ്റ്റർ എഫക്ട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റാൻഡ് അലോൺ ആഫ്റ്റർ എഫക്ട്സ് ഒരു 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ അല്ല. അതുകൊണ്ട് ജോമെട്രി ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ ടെക്സ്ചർ മാപ്പിംഗ് ഉപയോഗിക്കണം. ബമ്പ് മാപ്പായാലും നോർമൽ മാപ്പായാലും സർഫസിലുള്ള ബമ്പുകളെ കാണാൻ ഉപയോഗിക്കുന്നു. ഇവ രണ്ടിനും ഹൈറ്റ് ഇൻഫർമേഷൻ ആവശ്യമാണ്. സോ ബമ്പ് മാപ്പ് ബേസിക്കലി ഒരു ഹൈറ്റ് മാപ്പാണ്. ബമ്പ് മാപ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്ചർ ഇമേജ് ആയിട്ടാണ് ഈ ഹൈറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവുക. ബമ്പ് മാപ്പിൽ ബ്ലാക്ക് ഏരിയ സർഫസിൻ്റെ താഴ്ചയെയും വൈറ്റ് ഏരിയ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെയും സൂചിപ്പിക്കുന്നു. ബമ്പ് മാപ്പിൻ്റെ ടെക്സ്ചർ ഫോട്ടോഷോപ്പ്, ഗിംബ് മുതലായ സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്.
നോർമൽ മാപ്പിൻ്റെ കേസിൽ 3D സർഫസുകളിൽ കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ടുള്ള ബമ്പ് കിട്ടാൻ കൂടുതൽ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുണ്ട്. ബമ്പ് മാപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ മാപ്പ് RGB കളർ ഇമേജ് ആണ്. നോർമൽ മാപ്പിൽ 3D പ്രതലത്തിൻ്റെ XYZ സർഫസ് നോർമലുകളുടെ ഇൻഫർമേഷൻ RGB ചാനലുകളുടെ വാല്യൂസായി സൂക്ഷിക്കുന്നു. ഒരു സർഫസ് നോർമൽ എന്നാൽ സർഫസിൻ്റെ പെർപെൻഡിക്കുലറായി നിൽക്കുന്ന നോർമൽ വെക്ടറാണ്. ബമ്പ് മാപ്പിനെ അപേക്ഷിച്ച് നോർമൽ മാപ്പുകൾ വളരെ എക്സ്ട്രീം ആംഗിളിൽ നിന്ന് പോലും ഹൈറ്റ് ഇൻഫർമേഷൻ അക്യൂറേറ്റ് ആയി കാണിക്കുന്നു. നമ്മുടെ 2D ബമ്പ് മാപ്പിലോ നോർമൽ മാപ്പിലോ അടങ്ങിയിട്ടുള്ള ഈ നോർമൽ വെക്ടറിന് വ്യത്യാസം വരുത്തിയാൽ നമ്മൾ പെർസീവ് ചെയ്യുന്ന ഇമേജിലും വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസമാണ് നമ്മൾ ടെക്സ്ചർ ഇമേജിൽ സാധാരണ ഉണ്ടാക്കുന്നത്. നോർമൽ മാപ്പിംഗ് 3D ആപ്ലിക്കേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എലമെൻറ്റ് 3D പോലുള്ള 3D ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആഫ്റ്റർ എഫക്ട്സിലും നമുക്ക് നോർമൽ മാപ്പ് ഉപയോഗിച്ച് ഷെയ്ഡിംഗ് ചെയ്യാം. എന്നാൽ സ്റ്റാൻഡ് അലോൺ ആഫ്റ്റർ എഫക്ട്സിൽ മറ്റു 3D ആപ്ലിക്കേഷനുകളെ പോലെ ഒബ്ജക്റ്റ് സ്പേസ് വിപുലമല്ലാത്തതുകൊണ്ട് ടാൻജൻറ്റ് സ്പേസിലാണ് നോർമൽ മാപ്പ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇവിടെ ഇടതുവശത്ത് ഒറിജിനൽ 3D മെഷ് മോഡലുകളുടെ റെൻഡറിംഗ് ആണ്. വലതുവശത്ത് ഈ 3D മെഷുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ നോർമൽ മാപ്പ് പ്ലെയിൻ സർഫസിൽ അപ്ലൈ ചെയ്യുന്നു. ഇതാണ് ടാൻജൻറ്റ് സ്പേസ് നോർമൽ മാപ്പ്. ഇത് ബമ്പ് മാപ്പിലും സെയിം ആണ്. ബ്ലാക്ക് എന്നാൽ ടാൻജൻറ്റ് ടു ദ സർഫസ്, വൈറ്റ് എന്നാൽ നോർമൽ ടു ദ സർഫസ്. ഏതായാലും ഒരു കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബമ്പ് മാപ്പായാലും നോർമൽ മാപ്പായാലും സർഫസ് ജോമെട്രിയെ ബാധിക്കില്ല. എന്നാൽ സർഫസ് ജോമെട്രിയെ ബാധിക്കുന്ന മാപ്പിംഗ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിംഗ്. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിംഗ് ഉപയോഗിച്ച് നമുക്കൊരു ഇമേജിൻ്റെ മാപ്പ്ഡ് ഭാഗങ്ങൾ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ മൂവ് ചെയ്യാം. ഉദാഹരണം ഫേസ് 3D ഇമേജ് ആക്കുന്നത്, അല്ലെങ്കിൽ 2D ഇമേജിൽ നിന്ന് 3 ഡയമെൻഷനിലായി തോന്നുന്ന മറ്റ് ഇമേജുകൾ ഉണ്ടാക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിൽ വൈറ്റ് ഏരിയ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഭാഗമായിട്ടും ബ്ലാക്ക് ഏരിയ ഏറ്റവും തീരെ മൂവ് ചെയ്യാത്ത ഭാഗമായിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതുവരെ കാണിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിലെ എല്ലാ ഉദാഹരണങ്ങളും 2D ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഉപയോഗിച്ച് 2D ഇമേജുകളിൽ ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത് പ്ലഗിൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും ഫോട്ടോഷോപ്പിൽ മാനുവലി നമ്മൾ വരയ്ക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പാണ്. എന്നാൽ ഇതുകൂടാതെ 2D ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഉപയോഗിച്ച് 3D സോഫ്റ്റ്വെയറുകളിൽ 3 ഡയമെൻഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷുകളിൽ ഉണ്ടാക്കാവുന്നതാണ്. എന്നാൽ 3D സോഫ്റ്റ്വെയറുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഉപയോഗിച്ച് മെഷുകളിൽ ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷൻ നോർമൽ മാപ്പിനേക്കാളും ബമ്പ് മാപ്പിനേക്കാളും വളരെയധികം റെൻഡർ ടൈം എടുക്കും. പലപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാൻ ഇത് മൂന്നും ബാലൻസ് ചെയ്ത് ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട്. ഡെപ്ത് മാപ്പിംഗ്. ഡെപ്ത് മാപ്പിംഗ് Z ആക്സിസിൽ ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എത്ര അകലെയാണ് എന്നതിൻ്റെ ഇൻഫർമേഷൻ സൂക്ഷിക്കും. ഒരു 2D ഇമേജിൽ ഡെപ്ത് മാപ്പിംഗ് ടെക്സ്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 2D ഇമേജിൽ ഒരു ഡെപ്ത് പെർസീവ് ചെയ്യാൻ പറ്റും. ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നീട് അതിൻ്റെ ഫോക്കൽ ലെങ്ത്, ഡെപ്ത് ഓഫ് ഫീൽഡ് ഒക്കെ മാറ്റുന്നത് ഡെപ്ത് മാപ്പിംഗ് ഉപയോഗിച്ചിട്ടാണ്. ചില മൊബൈൽ ഫോണുകൾക്ക് ഈ ഫീച്ചറുണ്ട്. ഇതിന് നമുക്ക് ഡെഡിക്കേറ്റഡ് പ്ലഗിനുകൾ യൂസ് ചെയ്യാം. മാനുവലായി ചെയ്യുന്ന കേസിൽ വീഡിയോസ് ആണെങ്കിൽ ക്യാമറ ട്രാക്കിംഗ് വഴി ഡെപ്ത് മാപ്പ് ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സ്റ്റിൽ ഫോട്ടോസ് ആണെങ്കിൽ ഡെപ്ത് മാപ്പ് നമുക്ക് ഫോട്ടോഷോപ്പിൽ വരച്ചെടുക്കാം, പിന്നീട് ആഫ്റ്റർ എഫക്ട്സിൽ അനിമേറ്റ് ചെയ്യാം. സ്പെക്കുലാർ മാപ്പ്. സ്പെക്കുലാർ മാപ്പ് സർഫസിന് എത്ര റിഫ്ലക്റ്റിവിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നു. ഏതൊക്കെ ഭാഗങ്ങളിൽ ഷൈനി സർഫസ് ആണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ മാറ്റ് ഫിനിഷ് ആണ് എന്നത് സ്പെക്കുലാർ മാപ്പ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. സ്പെക്കുലാർ മാപ്പിൻ്റെ വൈറ്റ് ഏരിയ റിഫ്ലക്റ്റിവിറ്റി കൂടിയ സ്പെക്കുലാർ ഏരിയ ആയിട്ടും ബ്ലാക്ക് ഏരിയ റിഫ്ലക്റ്റിവിറ്റി കുറഞ്ഞ ഡിഫ്യൂസ് ഏരിയ ആയിട്ടും മാപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ആഫ്റ്റർ എഫക്ട്സിലെ ടെക്സ്ചർ മാപ്പിംഗ് ടെക്നിക്സ്. ഇനി നമുക്ക് ഷെയ്ഡിംഗ് നോക്കാം. ആംബിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ലൈറ്റിംഗ്, എല്ലായിടത്തും ഒരുപോലെ ഇലുമിനേറ്റ് ചെയ്യും. ഡിഫ്യൂസ് ലൈറ്റിംഗ് എന്നാൽ ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടി എല്ലാ ആംഗിളിലും ഒരുപോലെ സ്കാറ്റർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ സ്പെക്കുലാർ റിഫ്ലക്ഷൻ ഇതിൽ നിന്ന് വിപരീതമാണ്. സ്പെക്കുലാർ റിഫ്ലക്ഷൻ കുറഞ്ഞ ആംഗിളിൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പർട്ടിക്കുലർ ഏരിയയിൽ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള അതേ ലൈറ്റ് ആണ് വിസിബിൾ ആവുക. സാധാരണ ഹൈ ഗ്ലോസി സർഫസ് സ്പെക്കുലാർ റിഫ്ലക്ഷനും ലോ ഗ്ലോസി മാറ്റ് സർഫസ് ഡിഫ്യൂസർ റിഫ്ലക്ഷനും ആണ് ഉണ്ടാക്കുക. റിഫ്ലക്റ്റിവിറ്റി കൂടിയ മെറ്റീരിയൽ എപ്പോഴും സ്പെക്കുലാർ റിഫ്ലക്ഷൻ ഉണ്ടാക്കണമെന്നില്ല. റഫ്നെസ് മെറ്റീരിയലിൻ്റെ റഫ്നെസ് കാണിക്കുന്നു. മെറ്റൽ സർഫസിൻ്റെ മെറ്റാലിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. സർഫസിൻ്റെ ഏതൊക്കെ ഭാഗം മെറ്റാലിക് ആണ്, നോൺ മെറ്റാലിക് ആണ് എന്നത് കാണിക്കുന്നു. ഇത്രയുമാണ് ടെക്സ്ചറിനെ കുറിച്ചും ഷെയ്ഡിങ്ങിനെ കുറിച്ചുമുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് തിരിച്ച് നമ്മളെ പ്രൊജക്റ്റിലേക്ക് വരാം. പ്രൊജക്റ്റിൻ്റെ ഗോൾഡ് വേർഷൻ സ്റ്റാർട്ടിംഗ് മുതൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം റിഫ്ലക്ഷൻ മാപ്പ് കോംബ് ഉണ്ടാക്കാം.
കോമ്പോസിഷൻ ന്യൂ 1920 by 1080, ആവശ്യമുള്ള ഡ്യൂറേഷൻ റിഫ്ലക്ഷൻ മാപ്പ്. ഇതിൽ നമ്മുടെ ഇമേജ് പ്ലേസ് ചെയ്യുന്നു. ഏത് റിഫ്ലക്ഷൻ മാപ്പ് ഇമേജ് ആയാലും മതി. ഇവിടെ ഉപയോഗിച്ച റിഫ്ലക്ഷൻ മാപ്പ് ഇമേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സീൻ കോംബ് 1 എന്നു പേരുള്ള ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ റിഫ്ലക്ഷൻ മാപ്പ് കോംബ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. റിഫ്ലക്ഷൻ മാപ്പ് കോമ്പോസിഷൻ നമ്മൾ ഹൈഡ് ചെയ്യുന്നു. തൽക്കാലം പ്ലേസ് ഹോൾഡർ കോംബ് എന്നുള്ള പേരിൽ ഒരു എംപ്റ്റി കോമ്പോസിഷൻ ഉണ്ടാക്കുന്നു. ഈ എംപ്റ്റി കോമ്പോസിഷൻ നമുക്ക് ആവശ്യമുള്ള സീനുകളുടെ അത്രയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സീൻ കോംബും നമുക്ക് ആവശ്യമുള്ളത്ര ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓരോ പ്ലേസ് ഹോൾഡർ കോംബിലേക്കും പ്രൊജക്ട് വേർഷൻ 1 നിന്ന് അതാത് സീനുകൾ ഡ്രാഗ് ചെയ്തിടാം. പ്ലേസ് ഹോൾഡർ കോംബ് 1 സീൻ 1, പ്ലേസ് ഹോൾഡർ കോംബ് 2 സീൻ 2, എക്സെട്ര. ഓരോ സീൻ കോംബിലേക്കും അതാത് പ്ലേസ് ഹോൾഡർ കോംബ് ഡ്രാഗ് ചെയ്തിടാം. ഉദാഹരണം, സീൻ കോംബ് 1 പ്ലേസ് ഹോൾഡർ കോംബ് 1 ഡ്രാഗ് ചെയ്തിടാം. സീൻ കോംബ് 2 പ്ലേസ് ഹോൾഡർ കോംബ് 2 ഡ്രാഗ് ചെയ്തിടാം, ആൻഡ് സോ ഓൺ. എല്ലാ പ്ലേസ് ഹോൾഡർ കോംബും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പ്രീകമ്പോസ് ചെയ്യാം. പ്രീകമ്പോസ് ചെയ്ത കോമ്പോസിഷൻ്റെ പേര് ടെക്സ്ചർ റെഫറൻസ് എന്ന് കൊടുക്കാം. ഇതെല്ലാ സീൻ കോംബിലും ചെയ്യുക. പ്ലേസ് ഹോൾഡർ കോംബിലുള്ള എല്ലാ സീൻ കോംബുകളുടെയും ബാക്ക്ഗ്രൗണ്ട് ലെയർ ഹൈഡ് ചെയ്യുക. ടെക്സ്ചർ റെഫറൻസ് കോംബിൽ താഴത്തെ കോമ്പോസിഷന് ഫിൽ എഫക്റ്റ് അപ്ലൈ ചെയ്തു ബ്ലാക്ക് കളർ കൊടുക്കുക. മുകളിലുള്ളതിന് വൈറ്റ് കൊടുത്തിട്ട് മാറ്റ് ചോക്കർ അപ്ലൈ ചെയ്യുക. ഇനി മാറ്റ് ചോക്കറിൽ ജോമെട്രിക് സോഫ്റ്റ്നെസ് 1 വാല്യൂ 6 കൊടുക്കുക. ചോക്ക് 1 വാല്യൂ 95 കൊടുത്തു. ഗ്രേ ലെവൽ സോഫ്റ്റ്നെസ് 1 വാല്യൂ 8% കൊടുത്തു. ഹൈഡ്രേഷൻ 2 സെറ്റ് ചെയ്തു. ഈ വാല്യൂസിനനുസരിച്ചാണ് നമ്മൾ CC ബ്ലോബലൈസ് എഫക്റ്റും CC ഗ്ലാസ് എഫക്റ്റും അപ്പിയർ ചെയ്യുക. റിഫ്ലക്ഷൻ മാപ്പ് കോമ്പോസിഷൻ്റെ ട്രാക്ക് മാറ്റ് തൊട്ടു മുകളിലുള്ള ടെക്സ്ചർ റെഫറൻസ് 1 കോമ്പോസിഷൻ്റെ ആൽഫ മാറ്റ് സെറ്റ് ചെയ്യാം. റിഫ്ലക്ഷൻ മാപ്പ് കോമ്പോസിഷന് CC ഗ്ലാസ് എഫക്റ്റും CC ബ്ലോബലൈസ് എഫക്റ്റും ആഡ് ചെയ്തു. ബംപ് മാപ്പ് ലെയറിനും ബ്ലോബ് ലെയറിനും ടെക്സ്ചർ റെഫറൻസ് എന്ന ലെയർ സെലക്ട് ചെയ്യുക. ബ്ലോബ് ലെയറിൻ്റെ പ്രോപ്പർട്ടി ആൽഫയായിട്ട് സെലക്ട് ചെയ്യുക. CC ഗ്ലാസ് എഫക്റ്റിന് സോഫ്റ്റ്നെസ് ഒരു 50 കൊടുക്കാം. ഹൈറ്റ് ഒരു -50 കൊടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു -470 കൊടുക്കാം. ലൈറ്റ് നമുക്ക് പോയിന്റ് ലൈറ്റ് യൂസ് ചെയ്യാം. ഷെയ്ഡിംഗ് ഒന്നും ചെയ്യേണ്ട. CC ബ്ലോബലൈസിൽ സോഫ്റ്റ്നെസ്സിന് നമുക്കൊരു 5 അല്ലെങ്കിൽ ഒരു 6 കൊടുക്കാം. കട്ടവേ ഒരു 5 താഴെ കൊടുക്കാം. ലൈറ്റ് പോയിന്റ് ലൈറ്റ് കൊടുക്കാം. ഷെയ്ഡിംഗ് ഒന്നും ചെയ്യേണ്ട. ഇനി നമുക്ക് സെയിം കോംബിൽ കളർ കറക്ഷന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ടാക്കാം. കളർ കറക്ഷൻ കർവ് എഫക്റ്റ് ഡ്രാഗ് ചെയ്തിടാം. റെഡ്, ബ്ലൂ, ഗ്രീൻ ചാനലുകൾ സെപ്പറേറ്റ് ആയി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കർവും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ലോവർ മിഡ് ടോൺസും ഷാഡോസും ഒന്ന് ബ്രൈറ്റ് ആക്കി കൊടുക്കാം. ഹ്യൂ സാച്ചുറേഷൻ എഫക്റ്റ് ആഡ് ചെയ്തിട്ട് കളർ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മാസ്റ്റർ സാച്ചുറേഷൻ ഒരു 20 കൊടുക്കാം. ഇപ്പോൾ വേർഷൻ 2 ബേസിക്കലി റെഡിയായി. ടോട്ടൽ സീനിൻ്റെ ലെങ്ത്തിൽ മെയിൻ കോംബ് എന്ന പേരിൽ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കാം. സീൻ കോംബ് മെയിൻ കോംബിലേക്ക് ഡ്രാഗ് ചെയ്യാം. സീൻ കോംബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. താഴത്തെ ലെയർ ഷാഡോക്ക് വേണ്ടി ഉപയോഗിക്കാം. അതിനുവേണ്ടി ഫിൽ എഫക്റ്റ് ആഡ് ചെയ്യാം. ഫില്ല് ബ്ലാക്ക് കളർ കൊടുക്കാം. CC റേഡിയൽ ഫാസ്റ്റ് ബ്ലർ കൊടുക്കാം. ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. എമൗണ്ട് ഒരു 60 കൊടുക്കാം. രണ്ടും കൂടെ പ്രീകമ്പോസ് ചെയ്യാം. സീൻ 1 എന്ന് പേര് കൊടുക്കാം. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് എല്ലാ സീനിലും റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ടെക്സ്ചർ റെഫറൻസിലെ കോമ്പോസിഷനുകളിലേക്ക് ഫിൽ എഫക്റ്റും മാറ്റ് ചോക്കർ എഫക്റ്റും കോപ്പി പേസ്റ്റ് ചെയ്യുക. എല്ലാ സീൻ കോംബിലെയും റിഫ്ലക്ഷൻ മാപ്പ് ഇമേജിൻ്റെ ട്രാക്ക് മാറ്റ് ടെക്സ്ചർ റെഫറൻസായി സെറ്റ് ചെയ്യുക. എല്ലാ റിഫ്ലക്ഷൻ മാപ്പ് കോമ്പോസിഷനുകളിലും CC ബ്ലോബലൈസ് എഫക്റ്റും CC ഗ്ലാസ് എഫക്റ്റും കോപ്പി പേസ്റ്റ് ചെയ്യുക. ബ്ലോബ് ലെയർ ആയിട്ടും ബംപ് മാപ്പ് ടെക്സ്ചറായിട്ടും ടെക്സ്ചർ റെഫറൻസ് കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക. എല്ലാ സീൻ കോംബിലും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കോപ്പി പേസ്റ്റ് ചെയ്യുക. മെയിൻ കോംബിലേക്ക് സീൻ കോംബുകൾ ഡ്രാഗ് ചെയ്തിട്ട് ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് സീക്വൻഷ്യലായി അറേഞ്ച് ചെയ്യുക. സീൻ കോംബുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സീൻ 2, സീൻ 3, സീൻ 4, സീൻ 5, സീൻ 6 എന്നിങ്ങനെ പ്രീകമ്പോസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സീൻ കോംബിലേക്ക് ലെയറിൻ്റെ ഷാഡോ കിട്ടാൻ വേണ്ടി ഫിൽ എഫക്റ്റും CC റേഡിയൽ ഫാസ്റ്റ് ബ്ലറും കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓവർലേക്ക് വേണ്ടി ഒരു ലെൻസ് ഫ്ലെയർ ഇമേജ് മെയിൻ കോംബിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമുക്ക് ആഡ് മോഡിലിടാം. ഓവർലേക്ക് വേണ്ടി നമുക്കൊരു സ്റ്റോക്ക് ഫുട്ടേജ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ കോമ്പോസിഷനിൽ ഡ്രാഗ് ചെയ്തിട്ട് ബ്ലെൻഡിങ് മോഡ് ആഡിൽ കൊടുക്കാം. ഒപ്പാസിറ്റി 25% സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സീക്വൻഷ്യലായി അറേഞ്ച് ചെയ്ത് പ്രീകമ്പോസ് ചെയ്യാവുന്നതാണ്. പ്രീകമ്പോസ് ചെയ്ത കോമ്പോസിഷൻ്റെ ബ്ലെൻഡിങ് മോഡും ആഡ് മോഡിൽ കൊടുക്കാം. കളർ കറക്ഷന് വേണ്ടി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ടാക്കാം. അതിൽ നമുക്കൊരു കർവ് എഫക്റ്റ് അപ്ലൈ ചെയ്യാം. എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു കർവിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ കൊടുക്കാം.
വിന്നറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ കർവിൻ്റെ ലെവൽസ് കുറക്കാം, മാസ്ക് ചെയ്യാം, മാസ്ക് ഫെദർ ചെയ്യാം, മാസ്ക് ഇൻവേർട്ട് ചെയ്യാം. കോമ്പോസിഷൻ കുറച്ചുകൂടെ ഷാർപ്പ് ലുക്ക് കിട്ടാൻ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഷാർപ്പൻ എഫക്റ്റും എമൗണ്ട് 20, കൂടെ ഒരു നോയ്സ് എഫക്റ്റും കൂടെ കൊടുക്കാം, എമൗണ്ട് 3. ഇനി നമുക്ക് ബ്ലാക്ക് ബാറിന് വേണ്ടി റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ കോപ്പി മേലെയും താഴെയും വെക്കാം. ഇതിനുശേഷം പ്രൊജക്റ്റ് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ സിമിലർ പേരുള്ള ഫോൾഡറിലേക്ക് അതേപോലെ പേരുള്ള കോമ്പോസിഷൻ പ്ലേസ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പിക്ചേഴ്സ് ടൈം ലൈനിൽ പ്ലേസ് ചെയ്യാം. ഇതിനുവേണ്ടി പ്രൊജക്ട് വേർഷൻ 1-ൽ പ്രീകമ്പോസ് ചെയ്ത ബ്രൈഡ് ഇമേജ് കോമ്പും ഗ്രൂം ഇമേജ് കോമ്പും ടൈം ലൈനിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ എൻഡ്. പുതിയ വീഡിയോ നോട്ടിഫൈഡ് ആവാൻ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. വിൽ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.